ഹലോ എവ്രി വൺ, ഹ്യൂമൻ ഐ എന്ന ചാപ്റ്ററിലെ തേർഡ് വീഡിയോ ആണിത്. ഈ ചാപ്റ്ററിൽ ഞാൻ പറയാൻ പോകുന്നത് വിഷൻ ഡിഫക്ട്സിനെ കുറിച്ചാണ്. ഒരു ഓബ്ജക്റ്റിനെ നാം നോക്കുമ്പോൾ കൃത്യമായിട്ട് അതിൻ്റെ ഇമേജ് റെറ്റിനയിൽ വീണില്ല എങ്കിൽ നമുക്ക് ഇമേജിനെ കാണാൻ പറ്റില്ല, ക്ലിയറായിട്ട് കാണാൻ പറ്റില്ല. അപ്പോൾ ഇത് ഉണ്ടാകുന്നതിന് കുറച്ച് കാരണങ്ങളും ഉണ്ടാകും. ഇതിനെയാണ് നമ്മൾ വിഷൻ ഡിഫക്ട്സ് എന്ന് പറയുന്നത്. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ ലോസ് ഓഫ് പവർ ഓഫ് അക്കോമഡേഷൻ ഓഫ് ദ ഹ്യൂമൻ ഐ അതിനെയാണ് നമ്മൾ വിഷൻ ഡിഫക്ട്സ് എന്ന് പറയുന്നത്. അത് ഏതൊക്കെയാണ് എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ ഈസ് മയോപ്പിയ. മയോപ്പിയയ്ക്ക് മറ്റു പേരുകളുണ്ട്. നിയർ സൈറ്റഡ്നെസ് എന്ന് പറയാറുണ്ട്, ഷോർട്ട് സൈറ്റഡ്നെസ് എന്നും പറയാറുണ്ട്. ഓർത്തിരിക്കാൻ എളുപ്പമാണ്. മയോപ്പിയ എന്ന് പറയുമ്പോൾ ഒരു ഷോർട്ട് നെയിമാണ്, അതുകൊണ്ട് തന്നെ മയോപ്പിയ, ഷോർട്ട് സൈറ്റ് അങ്ങനെ നമുക്ക് കണക്ട് ചെയ്ത് ഓർത്ത് വയ്ക്കാം. മയോപ്പിയ എങ്ങനെ തിരിച്ചറിയാം എന്നുള്ള കാര്യം ഞാൻ പറയാൻ പോകുന്നത്. സിംറ്റംസ് അല്ലെങ്കിൽ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഓക്കെ, ഷോർട്ട് സൈറ്റുള്ള വ്യക്തികൾക്ക് ഷോർട്ട് ഡിസ്റ്റൻസിലെ ഓബ്ജക്റ്റ് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. എന്നാൽ ഡിസ്റ്റൻറ്റ് ഓബ്ജക്റ്റ് ക്ലിയർ ആയിട്ട് കാണാൻ കഴിയില്ല. അങ്ങനെയുള്ള വ്യക്തികൾക്ക് ബുക്ക് വായിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല, ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. പക്ഷേ ബോർഡ് വായിക്കാൻ പറ്റത്തില്ല, ദൂരെയുള്ള ഓബ്ജക്റ്റ്സ് ഒന്നും ക്ലിയർ ആയിട്ട് കാണാൻ പറ്റില്ല. ശരിക്കും മയോപ്പിയ എന്ന് പറയുന്നത് ഒരു അസുഖമൊന്നുമല്ല, ഇതൊരു ഫോക്കസിങ് പ്രോബ്ലമാണ്. സാധാരണ നോർമലയിലാണെങ്കിൽ വളരെ ദൂരെയുള്ള ഓബ്ജക്റ്റിൽ നിന്നും വരുന്ന ലൈറ്റ് റേ കറക്റ്റായിട്ട് റെറ്റിനയിൽ ഫോക്കസ് ചെയ്യുന്നു, നമുക്ക് ഓബ്ജക്റ്റിനെ കാണാൻ പറ്റും. പക്ഷേ ഇവിടെ മയോപ്പിക് ഐ ആണെങ്കിൽ റെറ്റിനയുടെ ഫ്രണ്ടിലാണ് അത് ഫോക്കസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ വളരെ ദൂരെയുള്ള ഓബ്ജക്റ്റ് ക്ലിയർ ആയിട്ട് നമുക്ക് കാണാൻ പറ്റില്ല. മയോപ്പിയുടെ കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞു തരാം. ഇവിടെ ഈ പിക്ചറിൽ നോർമൽ ഐബോൾ കാണുന്നുണ്ട്, അതുപോലെ മയോപ്പിക് ഐബോളും കാണുന്നുണ്ട്. ഇവിടെ രണ്ടും കമ്പയർ ചെയ്യുവാണെങ്കിൽ മയോപ്പിക് ഐബോളിന് കുറച്ച് നീളം കൂടുതലായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ ഒന്നാമത്തെ കാരണം എന്ന് പറയുന്നത് എലോങ്ങേറ്റഡ് ഐബോൾ തന്നെയാണ്. എലോങ്ങേറ്റഡ് ഐബോൾ ആകുന്നത് കാരണം ലെൻസിൻ്റെ കർവേച്ചർ കൂടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എക്സസീവ് കർവേച്ചറും ഒരു കാരണമാണ്, അതുപോലെ എലോങ്ങേറ്റഡ് ഐബോളും മയോപ്പിയയുടെ ഒരു കാരണമാണ്. ഇവിടെ നമുക്ക് കാണാൻ കഴിയും ഐബോൾ എലോങ്ങേറ്റഡ് ആകുമ്പോഴുണ്ടാകുന്ന ചേഞ്ചസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫ്രണ്ട് പോർഷൻ, കോർണിയ വരുന്ന പോർഷൻ, അവിടെ കർവേച്ചർ കൂടുന്നു. അതുപോലെ ലെൻസിൻ്റെ കർവേച്ചർ കൂടുന്നു. ലെൻസിൻ്റെ കർവേച്ചർ കൂടുമ്പോൾ ലെൻസിൻ്റെ തിക്നെസ്സും കൂടുകയാണ് ചെയ്യുന്നത്. ലെൻസിൻ്റെ തിക്നെസ് കൂടിക്കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? ലെൻസിൻ്റെ പവർ കൂടും. പവർ കൂടിയാൽ ഫോക്കൽ ലെങ്ത് കുറയും എന്നുള്ള കാര്യം നിങ്ങൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. P=1/f എന്നല്ലേ? അപ്പോൾ പവർ കൂടിക്കഴിഞ്ഞാൽ ഫോക്കൽ ലെങ്ത് കുറയും. അതുകൊണ്ട് തന്നെ ലെൻസിൻ്റെ വളരെ അടുത്തായിട്ടായിരിക്കും ലൈറ്റ് റേസ് വരുന്ന കൺവേർട്ട് ചെയ്യുക. അപ്പോൾ വളരെ അടുത്തായിട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ ഫോക്കൽ ലെങ്ത് നമുക്ക് കുറഞ്ഞതായിട്ട് മനസ്സിലാക്കാം. ഇനി അതുകൊണ്ട് എന്താ സംഭവിക്കുക? നമ്മൾ വളരെ അകലെയുള്ള ഒരു ഓബ്ജക്റ്റിനെ നോക്കുന്ന സമയം ഓബ്ജക്റ്റിൻ്റെ ഇമേജ് വീഴുന്നത് റെറ്റിനയ്ക്ക് മുന്നേ ആയിരിക്കും ഇമേജ് വീഴുക. ഓക്കെ, റെറ്റിനയിൽ ഇമേജ് വീഴാത്തത് കാരണം നെർവ്സിന് ഇമേജിനെ ബ്രെയിനിലോട്ട് എത്തിക്കാൻ പറ്റുന്നില്ല. ഓക്കെ, അപ്പോൾ എന്താ സംഭവിക്കുക? അകലെയുള്ള ഓബ്ജക്റ്റിനെ നോക്കുമ്പോൾ നമുക്ക് ഓബ്ജക്റ്റിനെ ക്ലിയർ ആയിട്ട് കാണാൻ കഴിയാതെ വരും. ഈ അകലെയുള്ള ഓബ്ജക്റ്റിൽ നിന്നും വരുന്ന ലൈറ്റ് റേസ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ശരിക്കും പാരലൽ ലൈറ്റ് റേസ് ആയിട്ടാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുക. പക്ഷെ അടുത്തുള്ള ഓബ്ജക്റ്റിനെ നോക്കുമ്പോൾ സംഭവിക്കുന്നത് ഇങ്ങനെയല്ല. അതെന്താണെന്ന് നമുക്ക് നോക്കാം. അടുത്തുള്ള ഒരു ഓബ്ജക്റ്റിനെ നോക്കുമ്പോൾ കണ്ണിൽ വീഴുന്നത് ഡൈവേർജൻ ലൈറ്റ് റേസ് ആണ്. ലൈറ്റ് റേസ് കുറച്ച് വളഞ്ഞിട്ടാണ് കണ്ണിൽ വീഴുന്നത്. അതുകൊണ്ട് തന്നെ അത് കറക്റ്റായിട്ട് റെറ്റിനയിൽ ഫോക്കസ് ചെയ്യുന്നു, നമുക്ക് ഓബ്ജക്റ്റിനെ ക്ലിയർ ആയിട്ട് കാണാനും കഴിയുന്നു. എന്നാൽ വളരെ അകലെയുള്ള ട്രീയിൽ നിന്നും വരുന്ന ലൈറ്റ് റേസ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും, പാരലൽ ലൈറ്റ് റേസ് ആണ്. ഇനി ലെൻസിൻ്റെ പവർ കൂടിയത് കാരണം പാരലൽ ലൈറ്റ് റേസിനെ കൺവേർട്ട് ചെയ്യുന്നത് വളരെ അടുത്തായിട്ടാണ് ഇമേജ് ഫോം ചെയ്തത്. റെറ്റിനയ്ക്ക് വളരെ മുന്നിലാണ്. അതുകൊണ്ട് തന്നെ ക്ലിയറായിട്ട് നമുക്ക് ഓബ്ജക്റ്റിനെ കാണാൻ കഴിയാതെ വരും. ഓക്കെ, മയോപ്പിയ എങ്ങനെ കറക്റ്റ് ചെയ്യാമെന്ന് നോക്കാം. സ്യൂട്ടബിൾ ആയിട്ടുള്ള ലെൻസ് ഉപയോഗിച്ച് മയോപ്പിയ നമുക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ ഏത് ലെൻസായിരിക്കും ഉപയോഗിക്കുക? കോൺവെക്സ് ലെൻസാണോ അതോ കോൺകേവ് ലെൻസാണോ? കോൺവെക്സ് ലെൻസാണ് ഉപയോഗിച്ചു എന്ന് കരുതുക.
കോൺവെക്സ് ലെൻസ് കൺവേർജിങ് ലെൻസാണ്. അതുകൊണ്ട് തന്നെ ലൈറ്റിനെ കൂടുതലായിട്ട് കൺവേർജ് ചെയ്യുകയും ലൈറ്റ് ഫോക്കസ് ചെയ്യുന്നത് ഏകദേശം ഇവിടെ ആയിരിക്കും. അപ്പോൾ ഒരിക്കലും തന്നെ നമുക്ക് ഇമേജ് റെറ്റിനയിൽ കിട്ടില്ല. കോൺകേവ് ലെൻസാണ് ഉപയോഗിക്കുന്നതെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുക? കോൺകേവ് ലെൻസ് ഡൈവേർജിങ് ലെൻസാണ്. അതുകൊണ്ട് തന്നെ ആദ്യം ലൈറ്റിനെ കുറച്ച് ഡൈവേർജ് ചെയ്യിപ്പിക്കും. അതിനുശേഷം ഇമേജിനെ കറക്റ്റായിട്ട് റെറ്റിനയിൽ ഫോക്കസ് ചെയ്യുന്നു. അങ്ങനെ വരുമ്പോൾ നമുക്ക് കോൺകേവ് ലെൻസ് ഉപയോഗിച്ച് ക്ലിയർ ആയിട്ട് ഓബ്ജക്റ്റിനെ കാണാൻ സാധിക്കുന്നു. അപ്പോൾ മയോപ്പിയ കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ലെൻസ് ഏതെന്ന് ചോദിച്ചാൽ അത് കോൺകേവ് ലെൻസ് എന്ന് പറയണം. മറ്റൊരു കാര്യം കൂടെ ഇവിടെ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. കോൺകേവ് ലെൻസ് ഉപയോഗിച്ച് അകലെയുള്ള ഓബ്ജക്റ്റിൻ്റെ ഒരു വിർച്വൽ ഇമേജ് ഈ രീതിയിൽ ക്രിയേറ്റ് ചെയ്യുന്നു. മയോപിക് പേഴ്സൻ്റെ ഫാർ പോയിൻ്റ് ഇപ്പോൾ ഇതാണ്. എന്നാൽ നോർമൽ ഐയുടെ ഫാർ പോയിൻ്റ് ഏതാണ്? നോർമൽ ഐയുടെ ഫാർ പോയിൻ്റ് ഇൻഫിനിറ്റിയാണ്. മയോപിക് പേഴ്സൺ കോൺകേവ് ലെൻസ് ഉപയോഗിച്ചതിന് ശേഷം ഓബ്ജക്ട്സിനെ കാണുന്നത് ഈ രീതിയിലാണ്. നമുക്ക് ഈ പിക്ചറിൽ കാണാൻ പറ്റും അകലെയുള്ള ഓബ്ജക്ട്സ് ബ്ലറി ആയിട്ടാണ് കാണപ്പെടുന്നത്. പക്ഷേ ലെൻസിലൂടെ നോക്കിക്കഴിയുമ്പോൾ അകലെയുള്ള ഓബ്ജക്ട്സിൻ്റെ വ്യക്തമായ രൂപം കാണാൻ കഴിയുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ മയോപ്പിയ, അതിൻ്റെ റീസൺ, പിന്നെ അതിൻ്റെ കറക്ഷൻ, ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അടുത്ത വീഡിയോയിൽ മറ്റൊരു ഡിഫക്റ്റ് നമുക്ക് പഠിക്കാം. അത് ഹൈപ്പർ മെട്രോപ്പിയാണ്. ഹൈപ്പർ മെട്രോപ്പിയുടെ കാരണങ്ങളും അതെങ്ങനെ കറക്റ്റ് ചെയ്യാം എന്നുള്ള കാര്യങ്ങളുമൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ പഠിക്കാം. ഓക്കെ.